what is up invitees? എല്ലാവർക്കും നല്ല നമസ്കാരം. വെൽക്കം ടു ദ ബെസ്റ്റ് എവർ മലയാളി. എത്ര നാളായെന്ന് അറിയോ ഇതേപോലത്തെ ഇൻട്രോ പറയാൻ വേണ്ടി കൊതിക്കുന്നത്. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കൊറോണ പാൻഡമിക് സിറ്റുവേഷൻ ഒക്കെ വന്ന് നമ്മൾ ലൈഫ് സ്റ്റൈലൊക്കെ ചെയ്തങ്ങ് മടുത്തു. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇനി അതിന്റെ തന്നെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആവർത്തന വിരസത വരും. അതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഔട്ട്ഡോർ ഷൂട്ടിങ് തുടങ്ങി, അതേപോലെ തന്നെ ഫുഡ് റിവ്യൂസ് തുടങ്ങി. പക്ഷെ അങ്ങനെയൊക്കെ വന്ന സമയത്താണ് പിന്നെ ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിൽ പെട്ടുപോയി. അപ്പൊ അതുകൊണ്ടിട്ടാണ് നമുക്ക് വീഡിയോസ് പിന്നെ നന്നായിട്ടൊന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാഞ്ഞത്. അതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് ബോറടിച്ചു തുടങ്ങി. കാര്യം നമ്മൾ ചാനലൊക്കെ നിങ്ങൾ എല്ലാവരും കൂടി ഇത്രയും നല്ലോണം ഗ്രോത്ത് ആക്കി തന്നിട്ടും അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റണല്ലോ എന്നുള്ളൊരു നല്ല സങ്കടം ഉണ്ടായി. പിന്നെ അങ്ങനെ വീട്ടിലിരുന്നു, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ കൊറോണയൊക്കെ വന്നു, സീനായി. അങ്ങനെ ബോറടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ ഇരുന്ന് ക്രിക്കറ്റ് കളിയും കാര്യങ്ങളൊക്കെ തുടങ്ങി. പക്ഷെ വീട്ടിൽ നിന്ന് ക്രിക്കറ്റ് കളിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ എനിക്ക് ആദ്യം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കുഞ്ഞു ബാറ്റാണ്. ഈ കുഞ്ഞു ക്രിക്കറ്റ് ബാറ്റ് വെച്ചിട്ടാണ് ഞാൻ ക്രിക്കറ്റ് കളിയൊക്കെ തുടങ്ങിയത്. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് കളിച്ചിട്ട് വിഷമിച്ചു. അതുകൊണ്ടിട്ട് നമ്മൾ പുതിയൊരു ക്രിക്കറ്റ് ബാറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന്. നിങ്ങൾ റീസെന്റ് ഈ ബുൾജെറ്റിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, എബിനും ലിബിനും കൂടിയിട്ട് നമ്മുടെ വണ്ടി ചേട്ടന്മാരുടെ കൂടെ നിന്നിട്ട് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് ആ ബാറ്റ് വെച്ചിട്ട്. അപ്പൊ ആ ബാറ്റും അതിന്റെ ഒപ്പം തന്നെ ഒരു സ്റ്റമ്പും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിന്റെ അൺബോക്സിംഗിലേക്കാണ് ഡയറക്റ്റ് പോകുന്നത്. അപ്പൊ ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട, നമ്മൾ ഡയറക്റ്റ് അൺബോക്സിംഗിലേക്ക് പോകണം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് കൺസിഡർ ചെയ്യുക. അതേപോലെ ലൈക്സും കോമന്റ്സും ഷെയർസും അതൊക്കെ അങ്ങ് ഇഷ്ടം പോലെ ഇട്ടുള്ളൂ. നമുക്ക് ഡയറക്റ്റ് അൺബോക്സിംഗിലേക്ക് പോവാം. യെസ് ഗൈസ്, അപ്പൊ ഇതാണ് നമ്മളുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പൊ ഇതിന്റെ വില എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ 340 രൂപയാണ്. അതായത് 339 രൂപയാണ് ഇതിന്റെ വില എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ കൂടെ ഒരു സ്റ്റമ്പും കൂടി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഇന്നാണ് നമുക്ക് ഇത് ഡെലിവറി ആയിട്ട് കിട്ടിയത്. പക്ഷെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഒരു 2 വീക്സോളം ആകുന്നുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, ഇതേപോലെ സിറ്റുവേഷൻ ഒക്കെ ആയതുകൊണ്ടായിരിക്കും ഇത്തിരി ഡിലേ ആയിട്ടാണ് കിട്ടിയത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് അൺബോക്സിംഗിലേക്ക് പോകാം. ആദ്യം തന്നെ ഇതാ 3 സ്റ്റമ്പ് ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ബാറ്റാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇത് പിന്നെ നമ്മളുടെ സ്റ്റമ്പിനുള്ള ഒരു നമ്മൾ കുത്തിവെക്കുന്ന സ്റ്റാൻഡാണ്. പിന്നെ 2 ബെയിൽസ്. ഇതാണ് നമ്മളുടെ ഈ ഒരു ബോക്സിൽ കംപ്ലീറ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പൊ ഈ ബാറ്റും കൂടി അൺബോക്സ് ചെയ്യാം. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ബാറ്റ് ആട്ടോ. എനിക്ക് നല്ല കൊള്ളാം, ഫീൽ ഗുഡാണ്. കാര്യം പ്ലാസ്റ്റിക് ബാറ്റ് ആണെങ്കിലും ഒരു 1 kg അതിന് മേലുണ്ടാവും തോന്നുന്നു. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ബാറ്റാണ്. അയ്യോ എസ് എന്നൊക്കെ പറഞ്ഞ ഷോയെ കാണിച്ചിട്ട് സാധനം എന്ത് ചീറ്റിന്ന് എന്റെ അടുത്ത് ഹനുമാൻ. അതായാലും നന്നായി. അപ്പൊ ഇവിടെ നിന്ന് കീറി എടുക്കാം. ഓപ്പോസിറ്റ് വെച്ചിട്ട് വരുന്നില്ല. ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. അവളുടെ ബാറ്റ് നമ്മളുടെ കയ്യിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇത് അത്യാവശ്യം നല്ലൊരു ബാറ്റ് ആട്ടോ. എന്റെ മോനെ സൈസ് നോക്കി, ഉള്ളു പൊള്ളയാണ്. പക്ഷെ അത്യാവശ്യം നല്ല പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് കേട്ടോ അത് ബിൽഡ് ചെയ്തേക്കുന്നത്. കാര്യം നമുക്ക് അത്യാവശ്യം കട്ടി ഇവിടെയൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ നല്ല കട്ടി ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഞെക്കിയൊന്നും അങ്ങോട്ട് ഉള്ളിലേക്ക് പോകാത്ത തരത്തിലുള്ള കട്ടി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്കൊരു 3 ഇഞ്ചോളം അല്ലെങ്കിൽ 2.5 ഇഞ്ച് നമുക്ക് തിക്നെസ് ഉണ്ട് ഇവിടെയൊക്കെ ആയിട്ട്, നമ്മുടെ ഈ മിഡിൽ പോർഷൻ ആയിട്ട്. പിന്നെ അതാ ഇതിന് തന്നെ ഒരു ഗ്രിപ്പ് വരുന്നുണ്ട്. ഒരു നമ്മുടെ റബ്ബർ ഗ്രിപ്പ്, സാധാരണ നമ്മുടെ ബാറ്റിനുള്ള റബ്ബർ ഗ്രിപ്പ് വരുന്നുണ്ട്. പിന്നെ ബാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു ബാറ്റാണ്. ഒരു 1 ഉണ്ട്. കാര്യം 1 കിലോത്തിന് മേലുണ്ട് ഈ ഒരു ബാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. കുഴപ്പമില്ല കേട്ടോ, നല്ല ഫേം ആയിട്ടുള്ള ഒരു ബാറ്റാണ്. നമുക്ക് പിടിക്കുമ്പോൾ തന്നെ ഫീൽ ഗുഡ് ഉണ്ട്. പക്ഷെ ഇത് വെച്ച് അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പോകും എന്നുള്ള കാര്യമൊക്കെ അറിയത്തില്ല. പക്ഷെ ഇത് വെച്ചിട്ട് നമ്മുടെ സോഫ്റ്റ് ബോൾ ഇല്ലേ, നമ്മളെ പച്ച ടെന്നീസ് ബോൾ, ആ ബോൾ കളിക്കാൻ അടിപൊളി പെർഫെക്റ്റ് ബാറ്റ് ആയിരിക്കും തോന്നുന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്, കൊള്ളാം. കണ്ടില്ലേ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇതാ ഇത്രേ ഉള്ളൂ. നമ്മളുടെ ബാറ്റിന്റെ അൺബോക്സിംഗ് ആണ് കണ്ടത്. കാരണം ഈ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ബൈ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പൊ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഡയറക്റ്റ് ഈ സാധനം വാങ്ങിക്കാവുന്നതാണ്. അപ്പൊ അതേപോലെ തന്നെ ഇതിന്റെ വെയിറ്റ് ഞാനൊന്ന് മെഷർ ചെയ്തിട്ട് അതിന്റെ അകത്ത് ഇട്ടേക്കാം കേട്ടോ. അപ്പൊ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, സൈനിങ് ഓഫ്.